ഹലോ, അപ്പോൾ എൽ എസ് എസ് പൊതുവിജ്ഞാനമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ പറയുന്നത് മുന്നേ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം. ഉത്തരം PR ശ്രീജേഷ്. ചോദ്യം 2, കേരളത്തിലെ ഏത് നദിയിലെ അണക്കെട്ടുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം പെരിയാർ. അടുത്തത്, ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയാണ് ഉത്തരം. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതമാണ്. ചോദ്യം 4, ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല. എറണാകുളം. അടുത്തത് 5ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ. ഉത്തരം ഷൊർണൂറാണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലം എവിടെയാണ്? ഉത്തരം വാഗമണ്ണിലെ കോലാഹലമേട്ടിൽ. 40 മീറ്ററാണ് ചില്ലുപാലത്തിൻ്റെ നീളം. അടുത്തത്, 2020 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായ മലയാളി താരം മിന്നുമണിയാണ്. അറബിക്കടൽ ഏതു സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ. പശ്ചിമഘട്ടം കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ലയാണ് ആലപ്പുഴ അല്ലേ? ഉത്തരം ആലപ്പുഴ. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും കൂടിയാണ് ധർമ്മദ. ഉത്തരം ധർമ്മദ. വിദ്യാഭ്യാസ പരിപാടികൾ സംപ്രേഷണം ചെയ്യാനായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ടെലിവിഷൻ ചാനലാണ്. ഉത്തരം കൈറ്റ് വിക്ടേഴ്സ്. ചോദ്യം 10 തോന്നുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ്. മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അയോധ്യയിൽ. ചോദ്യം, ഇന്ത്യൻ ചെസ് റാങ്കിൽ സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന യുവതാരം ആരാണെന്നാണ് ചോദ്യം. ഉത്തരം R പ്രജ്ഞാനന്ദൻ. നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകാർഡിൽ എത്ര അക്കങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം 6 അക്കങ്ങളാണ്. ഏറ്റവും കൂടുതൽ തവണ ദ ബെസ്റ്റ് ഫിഫ ഫുട്ബോളർ പുരസ്കാരം നേടിയ ഫുട്ബോൾ താരം ലയണൽ മെസ്സി. എന്നുവെച്ചാൽ നമ്മുടെ മെസ്സി തന്നെയാണ് ഉത്തരം. അടുത്തത്, പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്ന കേരള പോലീസ് സംവിധാനം. പിങ്ക് ബീറ്റ് അല്ലെങ്കിൽ പിങ്ക് പോലീസാണ്. ബീറ്റിന് പകരം പിങ്ക് പോലീസ് ഇട്ടാലും ശരി തന്നെയാണ് ഉത്തരം. അടുത്തത് 25ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണെന്നാണ് ചോദ്യം. NH 60. അടുത്ത ചോദ്യം, കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം ഒരു ജില്ലയാണ്, നമ്മുടെ മലപ്പുറമാണ്. 2024 പത്മശ്രീ നേടിയ മലയാളി നെൽകർഷകൻ. ഉത്തരം സത്യനാരായണ ബലേരി. കാസർഗോഡ് ജില്ലയാണ് അദ്ദേഹം ജനിച്ചത്. ലോക ഫുട്ബോൾ ദിനം മെയ് 25. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റിത ഷർപ്പ. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കുന്ന സാഹിത്യ മാസിക സാഹിത്യ ചക്രവാളം. ChatGPT, ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്കു പകരമായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ഗ്രോക്ക്. ഉത്തരം ഗ്രോക്ക്.
വളയാർ ചുരം ഏത് ജില്ലയിലാണ്? അത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. കേന്ദ്ര സഹമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ എല്ലാ വകുപ്പുകളും കൂടുതൽ വകുപ്പുകൾ എല്ലാ വകുപ്പുകളും അല്ല കൂടുതൽ വകുപ്പുകളും നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. അയാളാണല്ലോ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹമാണ് കൂടുതൽ വകുപ്പുകളും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം സുരേഷ് ഗോപി ചെയ്യുന്ന വകുപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ടൂറിസം, പെട്രോളിയം. ടൂറിസത്തിൻ്റെ കാര്യങ്ങളും പെട്രോളിയത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ അടുത്തത് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. നേർവഴി, നല്ല വഴി അല്ലേ, നേർവഴി. അടുത്തത് വാൽമീകി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട 2023 കണക്കുപ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി എന്നുവെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴ. ഞാൻ കണ്ടിട്ടുണ്ട് ആ പുഴ. കണ്ടിട്ട് കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാകും കല്ലായിപ്പുഴ എന്ന്, കേട്ടിട്ടുണ്ടാകും, കണ്ടിട്ട് ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലാണ് കല്ലായിപ്പുഴ ഉള്ളത്. അടുത്തത് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ്. ഉത്തരം സാൻ ഫെർണാണ്ടോ ആണ് ഉത്തരം. അടുത്ത ചോദ്യം ഈ 39ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, ഹരിതർ കൃഷേത് ബദരീനാഥ്. ഈ ചോദ്യം ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഹരിദ്വാർ, കൃഷ്ണനാഥ്, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതു സംസ്ഥാനത്താണ്? വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഉത്തരാഖണ്ഡ്. അപ്പോൾ അടുത്ത ചോദ്യം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജ. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ഒരു വലിയ നേട്ടം തന്നെയാണ്. അതും നമ്മുടെ ഇന്ത്യൻ വംശജയും കൂടിയാണ്. ഇന്ത്യൻ വംശജ എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്ത്രീ അല്ലെങ്കിൽ ഇന്ത്യൻ വനിത. അതിന് വനിതേൻ്റെ വേറെ അർത്ഥമായിരിക്കും വംശജ കേട്ടോ. അപ്പോൾ ഉത്തരം കമല ഹാരിസ്. ചോദ്യം 41 ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഉത്തരം സോജൻ ജോസഫ്, കോട്ടയം സ്വദേശിയാണ്. ചോദ്യം 42 കൊല്ലവർഷ കലണ്ടറിലെ ഏതു വർഷം ആണിത്? 1200, 1201. അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് അല്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.